ഒരു ഹാബിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? നമ്മളൊരു സ്വഭാവം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് പതിയുകയും അത് ഒരു ഹാബിറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബിഹേവിയേഴ്സ് ഒരു കോൺഷ്യസ് ആക്ടിവിറ്റീസും നമ്മുടെ ശീലങ്ങൾ ഒരു സബ് കോൺഷ്യസ് ആക്ടിവിറ്റീസുമാണ്. നമ്മൾ നമ്മുടെ ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ ആണ്. ഒരേ സാഹചര്യത്തിൽ പല ആൾക്കാരും പല രീതിയിലാണ് ബിഹേവ് ചെയ്യാറുള്ളത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ ചില ആൾക്കാർ വളരെ മോശമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. എന്നാൽ മറ്റു ചിലർ വളരെ ശാന്തമായിട്ടാണ് ബിഹേവ് ചെയ്യാറുള്ളത്. ഇത് പലപ്പോഴും നമുക്ക് ആ ഒരു സാഹചര്യം വരുമ്പോഴും ആ രീതിയിൽ മാത്രമേ ബിഹേവ് ചെയ്യാൻ അറിയുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രമായിരിക്കാം. ഇങ്ങനെ ഒരു ബിഹേവിയർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോവുകയും അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യിക്കുക എന്നുള്ളതാണ്. ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് വളരെ കുറച്ച് എനർജി മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മുടെ ബ്രെയിൻ ആ ഒരു ശീലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഹാബിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. താങ്ക്